നമ്മളിൽ ചില ആൾക്കാർക്കൊക്കെ ഈ കടച്ചക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടല്ലേ. എന്നാലേ ഇനി വീട്ടിൽ കടച്ചക്ക മേടിക്കാൻ നേരത്ത് ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ചോറിന്റെ കൂടെ മാത്രമല്ല തന്നെ എടുത്തു കഴിക്കാനും വളരെ ടേസ്റ്റ് ഉള്ള ഒരു തോരനാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും കടച്ചക്ക കിട്ടാൻ നേരത്ത് വറുത്തരച്ച് മാത്രം കറി വെക്കുന്നവര് ഇനി അടുത്ത വട്ടം കിട്ടുമ്പോൾ ഈ രീതിക്കൊന്ന് കറി വെച്ച് നോക്ക്. ഒരിക്കലും നിങ്ങൾ എന്നെ കുറ്റം പറയുകയില്ല. ഞാൻ ഉണ്ടാക്കി കടിച്ചു നോക്കിയതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഇതിന് വലിയ പണിയൊന്നുമില്ല. ചട്ടി അടുപ്പത്ത് വെക്കുക, എണ്ണയൊഴിക്കുക, കടുകിടുക, ശേഷം വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് ആ പച്ചമുളകും വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണേ. അത് കഴിഞ്ഞിട്ട് സബോള അരിഞ്ഞത് തട്ടി ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഉപ്പിടുവാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. പിന്നെ കടച്ചക്ക എടുക്കാൻ നേരത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണേ. തോരൻ വെക്കാൻ അരിയുന്നത് നിങ്ങൾക്കറിയാലോ. ഇത് ഏകദേശം ഈ കണക്കിന്. എന്നിട്ട് ശകലം മഞ്ഞപ്പൊടി ഇട്ട് ഒരര ഗ്ലാസ് വെള്ളം ഇതിന് വേഗം മാത്രമായിട്ട് അങ്ങ് ഒഴിക്കണേ. എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തേങ്ങ, മഞ്ഞപ്പൊടി ഒരു ശകലം ഇട്ടാൽ മതി. അതിനകത്തും ചേർത്തിട്ടുള്ളത് കൊണ്ടേ. അതിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് അതൊന്നും ചേർക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ ചേർത്തില്ലേ, ആ സാധനം ചേർക്കുന്നത് കൊണ്ട് ഈ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് അരപ്പും തട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരൊറ്റ മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണേ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ്ടേ. ആ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്ന സാധനം എന്നാന്നും ഇതിനകത്ത് ഇട്ടേക്കുന്ന ഓരോ സാധനങ്ങളുടെയും അളവുകൾ അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ടേ. തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ ആ വീഡിയോ ഒന്ന് കണ്ടേരെ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ.